ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ഒരു സെറ്റിങ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഓരോ ക്രിയേറ്ററും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും അവരുടെ യൂട്യൂബ് ചാനലിൽ 1000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്ര റവന്യൂ ലഭിക്കും എന്നുള്ളത്. നമുക്കറിയാം, സാധാരണ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനലിൽ ഒരു ആവറേജ് വെച്ചിട്ട് നമ്മളിങ്ങനെ പറയും 1,00,000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇത്ര, 1000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇത്ര എന്നുള്ളത്. എന്നാൽ പലരും ചെക്ക് ചെയ്യാത്ത ഒരു കാര്യമാണ് എൻ്റെ ചാനലിൽ, അതായത് നിങ്ങളുടെ ചാനലിൽ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ 1000 വ്യൂസിന് യൂട്യൂബ് എത്ര ഡോളറാണ് തരുന്നത് എന്നുള്ളത്. അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി അതിലൂടെ ലഭിക്കുന്നതാണ്. കാരണം ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ ചാനൽ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് ഞങ്ങൾക്ക് $100 കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കുക, മാത്രമല്ല എത്ര വ്യൂസ് വന്നാലാണ് ഞങ്ങൾക്ക് $100 ലഭിക്കുക എന്നുള്ളതൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ ഈ ഒരു സെറ്റിങ്സിൽ, അതായത് ഈ ഒരു ഓപ്ഷനിൽ, അനലിറ്റിക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിന് RPM എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ക്രോമിൽ ഓപ്പൺ ചെയ്യുക. നമുക്കറിയാം, ക്രോമിൽ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണമെങ്കിൽ studio.youtube.com എന്ന് സെർച്ച് ചെയ്യണം. മാത്രമല്ല ക്രോം നമ്മൾ ഡെസ്ക് ടോപ്പ് വേർഷനിൽ മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡെസ്ക് ടോപ്പ് വേർഷൻ എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് studio.youtube.com എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ലോഗിനൊക്കെ ചോദിക്കും. അപ്പോൾ നിലവിലെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുക. അങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു അനലിറ്റിക്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഈ അനലിറ്റിക്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയവരാണെങ്കിൽ നിങ്ങൾക്ക് റവന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു റവന്യൂ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് 1000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ഇപ്പോൾ എത്ര ഡോളർ തരുന്നുണ്ട് എന്നതിൻ്റെ ഒരു ആവറേജ് കണക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും റവന്യൂ ഫോർ എവറി 1000K വ്യൂസ് എന്നുള്ളത്, RPM എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്രയാണ് കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ ഈ ഒരു അനലിറ്റിക്സിൽ എനിക്ക് 1000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന ഡോളർ എന്ന് പറയുന്നത് 0.88 ആണ്. അതായത് ഏകദേശം $1 അടുത്ത് തന്നെ 1000 വ്യൂസിന് എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ 0.88 എന്ന് ഇപ്പോൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു അസ്യൂം ചെയ്യാം, 1,00,000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം $88 ഈ ഒരു രീതിയിലാണെങ്കിൽ എനിക്ക് യൂട്യൂബ് തരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു RPM എത്രയാണ് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക ആളുകൾക്കും RPM കുറവായിരിക്കും. ഏകദേശം ഒരു 0.30ൻ്റെ താഴേക്കാണ് നിൽക്കാറുള്ളത്. ഞാൻ പല ചാനൽ ചെക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണാറുള്ളത്. പലർക്കും നല്ല കുറവായിട്ട് കാണാറുണ്ട്. ഇപ്പം നിങ്ങൾക്കുള്ള സംശയം, എൻ്റെ ചാനലിൽ ഇത് RPM കൂടുതലായിട്ട് കാണുന്നുണ്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഒരു പക്ഷേ ഇതിലും കൂടുതൽ RPM ഉള്ള ചാനലായിരിക്കാം നിങ്ങളുടേത്. പക്ഷെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ മിക്ക ചാനലിലും ഈ RPM എന്നുള്ളത് കുറവായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഈ എൻ്റെ ഒരു ചാനലിൽ RPM കൂടുതൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് കുറവുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി, നമ്മൾ എന്ത് ടൈപ്പ് വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്, ഏത് കാറ്റഗറിയാണ്, അപ്പോൾ അതുപോലെ നമ്മുടെ വ്യൂവേഴ്സ് എവിടെ നിന്നുള്ളവരാണ്, നമ്മൾ എത്ര ലെങ്ത്തുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന കീവേഡുകൾ, നമ്മൾ ആ ഒരു ചാനൽ ഏത് ഇതിലാണ് നമ്മുടെ ചാനൽ റാങ്കിങ് വന്നിട്ടുള്ളത്, ഏത് കാറ്റഗറി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഒരു RPM കൂടുതലായിട്ട് വരുന്നത്. ഞാൻ RPMനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് കാരണം പലരും ഇത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ചാനലിൽ പലരും
ഈ ഒരു മിസ്റ്റേക്ക്, ഞാൻ പറയുന്ന മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചത്. അപ്പോൾ RPM കൂടണം എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇത് പലരും ചെയ്യുന്നില്ല. ഞാൻ ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പലരും ഈ ഒരു ഓപ്ഷൻ ശരിയായ രീതിയിൽ യൂസ് ചെയ്ത് കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ അഡ്വർടൈസ്മെന്റ് ഓൺ ആക്കി വെക്കാൻ കഴിയും. അങ്ങനെ ഓൺ ആക്കി വെക്കുമ്പോൾ വീഡിയോയുടെ തുടക്കത്തിലും അവസാനത്തിലായിരിക്കും ആഡ്സ് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു മിഡ് റോൾ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു RPM നമുക്ക് കൂട്ടാൻ കഴിയും. അത് പലരും ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പലരും ചിലപ്പോൾ മോണിറ്റൈസേഷൻ ആയ ശേഷമുള്ള വീഡിയോസിന് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മോണിറ്റൈസേഷൻ ആയി എല്ലാ വീഡിയോക്കും നമ്മൾ ആഡ്സ് ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വ്യൂസ് വരുന്ന ഒരു വീഡിയോ ഉണ്ടായിരിക്കും. അതിൽ മോണിറ്റൈസേഷനിൽ ഈ ഒരു മിഡ് റോൾ പോയിന്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ RPM കൂട്ടാൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് മിഡ് റോൾ സെറ്റിങ്സ് എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാം. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ചാനലിൽ ചെയ്തിരിക്കണം. കാരണം നിങ്ങൾ ചെയ്യുന്നത് 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങളൊരു ആഡ് ബ്രേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പരസ്യം കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അതിൽ 5 or 6 പരസ്യം കാണിച്ചാൽ ഒരു വ്യൂസിൽ നിന്ന് ഒരു പരസ്യമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വ്യൂസിൽ നിന്ന് 6 or 7 പരസ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു 10,000 വ്യൂസിൻ്റെ റവന്യൂ നമുക്ക് കിട്ടുന്നത് 70,000 വ്യൂസിൻ്റെ ആ ഒരു റവന്യൂ കിട്ടും. 10,000 വ്യൂസേ ഉള്ളൂ എങ്കിലും 70,000 വ്യൂസിൻ്റെ റവന്യൂ ലഭിക്കും നമ്മൾ ഈ ഒരു മിഡ് റോൾ ശരിയായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പലർക്കും ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ മോണിറ്റൈസേഷൻ അപ്ഡേറ്റ്, മോണിറ്റൈസേഷൻ ഓൺ കൊടുത്താൽ തന്നെ എല്ലാ ടൈപ്പ് ആഡും വരും എന്നുള്ളത് കൊണ്ടും അവർ മിഡ് റോളിൻ്റെ ആ ഒരു ഓപ്ഷൻ ടിക്കറ്റ് കൊടുക്കും. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് മിഡ് റോൾ സെറ്റ് ചെയ്ത് കാണിക്കും എന്നായിരിക്കും പലരും വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ അതിൽ ആഡ് ബ്രേക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 1-2 പോയിന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളത് മാനുവലായിട്ട് കൂടുതൽ പോയിന്റുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ചാനലാണ്. അപ്പോൾ ഈ ചാനൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവർക്ക് അവസാനം ചെയ്ത ഒരു വീഡിയോയിൽ 21,000 ഏകദേശം 21,000 വ്യൂസ് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആണ്, 20 മിനിറ്റോളം ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ മോണിറ്റൈസേഷൻ സെറ്റിങ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയുടെ ആ ഒരു പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ശേഷം നമുക്ക് ആ ഒരു മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഓൾറെഡി അവർ മോണിറ്റൈസേഷൻ ഓൺ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല തൊട്ട് താഴെ പ്ലേസ് ആഡ്സ് ഡ്യൂറിങ് വീഡിയോ മിഡ് റോൾ എന്നുള്ളത് ഓൺ ആക്കിയിട്ടുണ്ട്. അതായത് വീഡിയോൻ്റെ ഇടയിലൊക്കെ പരസ്യം വരുന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടേത് ഈ ഒരു ടിക്ക് ഇട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ടിക്കറ്റ് കൊടുത്ത് സേവ് ചെയ്യുക. തൊട്ട് താഴെ നമുക്ക് റിവ്യൂ പ്ലേസ്മെൻറ്റ് എന്നുള്ളത് കാണാം. അപ്പോൾ എവിടെയൊക്കെ ആഡ്സ് വരുന്നത് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ്, 20 മിനിറ്റുള്ളൊരു വീഡിയോയിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് ആഡ്സ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കൂടുതൽ ആഡ് പോയിന്റുകൾ ആഡ് വരുന്നതിൻ്റെ സാധ്യത കൂട്ടുകയാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ ഒരു ആരോ മാർക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 2 മിനിറ്റിലൊക്കെ കൊടുന്ന് വെക്കുക. ശേഷം നമുക്ക് ഈ ഒരു മുകളിൽ കാണുന്ന ആഡ് ബ്രേക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു ആരോ മാർക്ക് എടുക്കുന്നു. എന്നിട്ട് അത് നമ്മൾക്ക് ഏത് സമയത്തിലാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ആഡ്സ് വരേണ്ടത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് നീക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 മിനിറ്റ് 30 സെക്കൻഡ് ആ ഒരു ഇതിൽ കൊടുന്ന് വെച്ചു. ശേഷം ആഡ് ബ്രേക്ക് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പരസ്യം വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ വീണ്ടും ഡ്രാഗ് ചെയ്തു, ശേഷം ആഡ് ബ്രേക്ക് കൊടുത്തു. ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ആരോ നീക്കുകയാണ്. ഇവിടെയും നമ്മൾ ആഡ് ബ്രേക്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോയിന്റുകൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ പരസ്യം വരാൻ ചാൻസ് കൂടുതലാണ്. നേരത്തെ ഒരൊറ്റ ആഡ് മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതൽ ആഡ് പോയിന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് മാത്രമല്ല നമുക്ക് ഈ ആഡ് പോയിന്റുകൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി വെക്കാനൊക്കെ കഴിയും. ശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗം കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ആഡ് പോയിന്റ് ആയിരുന്നത് ഇപ്പോൾ ഒരുപാട് ആഡ് പോയിന്റുകൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ പരസ്യം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കൂടുതൽ റവന്യൂ നമുക്കിതുപോലെ ലഭിക്കുന്നതാണ്.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ RPM കൂട്ടാൻ ശ്രമിക്കുക. എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് $100 കംപ്ലീറ്റ് ആയി അതിൽ കൂടുതൽ റവന്യൂ ലഭിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊരു യൂട്യൂബർ ആണ്, അതല്ലെങ്കിൽ യൂട്യൂബിലൂടെ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ആ ഒരു ബെൽ ബട്ടൺ കൂടി അമർത്തുക.